വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന FR Legends ആണ്. പാർട്ട് 2 ആണ് ഗൈസ്. നിങ്ങൾ പാർട്ട് 1 കണ്ടില്ലെങ്കിൽ പാർട്ട് 1 പോയി കാണുക ഗൈസ്. പിന്നെ നമ്മൾ കുറച്ച് പുതിയ മാപ്പൊക്കെ പിടിക്കുന്നു. പിന്നെ മൾട്ടിപ്ലെയറും കളിച്ചു നോക്കാം. നമുക്ക് ജിംഖാനയും കളിച്ചു നോക്കാം. എല്ലാം കളിച്ചു നോക്കാം. ട്യൂട്ടോറിയൽ കളിക്കാൻ പറ്റില്ല. ഈ ചാമ്പ്യൻഷിപ്പ് എങ്ങനെ കളിക്കരുതെന്ന് പറയുന്നത്. ചാമ്പ്യൻഷിപ്പ് കളിക്കാൻ പറ്റുന്നില്ലല്ലോ. അതൊന്ന് പറഞ്ഞു ഡ്രിഫ്റ്റ് വർക്ക് സീറോ. ഞാൻ ഇത് ഇന്നലെ രാത്രി ഒരിക്കൽ കളിച്ചോക്കെയായിരുന്നു. നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സെറ്റിങ്സും പിന്നെ ഈ ക്യാമറയാണ് എനിക്ക് ഇഷ്ടം. നിങ്ങൾക്ക് ഏത് ഏറ്റവും ഇഷ്ടപ്പെട്ട സെറ്റപ്പും ക്യാമറകളൊന്ന് പറഞ്ഞേക്കാം. അയ്യോ അയ്യോ ഇല്ല പോയില്ലാട്ടോ. ആര് പറഞ്ഞു? കൊണ്ടിട്ടുണ്ട് ഫസ്റ്റ് ശരിക്കുണ്ട്. ഒരു പോയിന്റ് മിസ്സായി. എനിക്ക് നേരമായിട്ടില്ല. എന്നാലും നമുക്ക് ഇതിലൊരു 80 ഇപ്പോൾ കിട്ടിയാൽ 80 കിട്ടില്ല കേട്ടാ. ഇത് ടഫാണ്. ഇത് വേണ്ട. ഇങ്ങനത്തെ നമുക്ക് മൾട്ടിപ്ലെയർ നോക്കാം. ഞാൻ സൗത്ത് ബ്രസീൽ സർവീസിനാണ് കേട്ടോ. അതെന്താ പറയുക, ഇതിലാണ് കുറച്ചും കൂടെ ആൾക്കാർക്ക് ഇറങ്ങി. ഇതിലാണ് അധികം ഇങ്ങത്താനൊക്കെ കിട്ടാറ്. കോണ്ടക്റ്റ് പോവാം. നോർപ്ലേപ്പാ. അയ്യോ വാച്ചാൻ ഞെട്ടിയായിരുന്നു. അപ്പം ഞാൻ വീണ്ടും ജോയിൻ ചെയ്തിട്ട് വരാം. അപ്പം നമ്മൾ ജോയിൻ ആയിട്ടുണ്ട്. ഇതാണ് നമ്മളെ വണ്ടി. ഇത് കോണ്ടക്റ്റ് ആയതുകൊണ്ട് ആരും കുത്താണ്ടൊക്കെ പോവാം. അല്ലെങ്കിൽ ഇത് ചെറിയ റോഡ്. ഞാനൊരു ഡ്രിഫ്റ്റ് വർക്ക് പോലെ ആയിരിക്കും. അല്ല കേട്ടോ, ഇതിപ്പോ അങ്ങോട്ടേക്കൊക്കെയാണ് പോകുന്നത്. അയ്യോ അയ്യോ ഭയങ്കര കഷ്ടമുണ്ടോ. ഇല്ല എനിക്ക് ഈ മാപ്പ് കളിച്ചിട്ട് 2 സമയം നോക്കാം. അയ്യോ അയ്യോ അടിച്ചില്ല. ഇത് ഫ്രീ ആണെന്ന് തോന്നുന്നു. മറ്റേ കോണ്ടസ്റ്റ് ആണെങ്കിൽ അടിക്കല്ലേ. ഇതെൻ്റെ ഫ്രണ്ട് പറഞ്ഞ ഗെയിമാണ് ഗൈസ്. എനിക്കിത് പിന്നെ ഞാനിതങ്ങ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു. എൻ്റെ ഒരു ക്ലാസ്മേറ്റ് പറഞ്ഞ ഗെയിമാണ്. നല്ല രസമുണ്ട് കേട്ടോ കളിക്കാൻ. ആര് പറഞ്ഞു? ചെറിയ അമ്മയ്ക്ക് നല്ല വൃത്തി കളിക്കാൻ കഴിയും. ഇതിന് GB ഒന്നും ഇല്ലല്ലോ. നല്ല കസ്റ്റമൈസേഷനൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇത് കളിക്കാം കേട്ടോ. കളിക്കാത്തവർ കളിക്കുക. പിന്നെ ഇത് കളിക്കുന്ന ആരെങ്കിലും നമ്മളില്ലെങ്കിൽ പറയാം. പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ 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 അടിച്ചടിച്ചടിച്ച് ചെറിയൊരു ഇത് വന്നാൽ മതിയോ. അപ്പം എൻ്റെ പണി എന്താ പറയുക, ഈ ഡ്രിഫ്റ്റ് വർക്ക് കോണ്ടസ്റ്റെല്ലാം ഉണ്ടാവില്ലേ, അതിൽ റിപ്പയർ ചെയ്യുന്ന ആ സ്ഥലത്ത് കിട്ടും. റിപ്പയർ ചെയ്യുന്ന ആ സ്ഥലത്ത് നിന്നിട്ട് റിപ്പയർ ചെയ്ത് പോകുന്നവരൊക്കെ വണ്ടി കുത്തിപ്പെട്ടു. അയ്യോ നമ്മൾ ഇത് മാറിപ്പോയി. ടയർ മാറി. ടയർ പോയി ഇതാ. ഇനി തിരിച്ച് ടയർ മാറ്റി വരണ്ടേ. നമ്മൾ ടയർ മാറ്റിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ടയർ മാറ്റി വീണ്ടും തന്നെ പോയി. അതിന് ജിംഖാൻ കളിക്കാം. ജിംഖാൻ എന്താണെന്നോ ഇതും ആരുമില്ലല്ലോ. ഇതിങ്ങനെ പോയിന്റൊക്കെ കിട്ടുന്നുണ്ടല്ലേ. പോയിന്റൊക്കെ കിട്ടുന്നുണ്ടല്ലോ. എല്ലാം പോയി തട്ടിയാലാണ് പോകുന്നത്. നമ്മൾ 9 പോയിന്റ് എടുത്തു. ഇത് ഈ പോയിന്റ് പൈസ ആയിട്ട് കിട്ടുമോ? പോയിന്റ് പൈസ ആയിട്ട് ഇട്ടാണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ ഇത് പ്രാക്ടീസാണെന്ന് തോന്നുന്നു. പ്രാക്ടീസിൻ്റെ വേറെ അല്ലാണ്ട് ഇത് ഇങ്ങനെയൊന്നും കാണിക്കൂലല്ലോ. അങ്ങനെയാണ് തോന്നുന്നത്.
എനിക്കിപ്പോൾ 51 കോയിൻസ് ആയിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് പോയി എല്ലാം പോയി. ഈ ഉറങ്ങിയ വഴിയിലേ പോകേണ്ട വരും. അങ്ങനെയാണ് കുറച്ചും കൂടെ പോയിന്റ്. 78 പോയിന്റ്. അയ്യോ, അവിടത്തേക്ക് പോയതിന് 2 കളി തീർന്നിട്ടുണ്ട്. ഒരു സ്റ്റാർ കിട്ടി. 300 റുപ്യ കിട്ടിയത്. 28 പോയിന്റ് എടുത്തിട്ട് 300 റുപ്യ കിട്ടി. ലാഭം തന്നെ. ആ 300 റുപ്യ കൊണ്ട് ഞാൻ എൻ്റെ ഇത് ശരിയാക്കി. നല്ല ലാഭം. നമുക്ക് ഒരു സോളോർ ഉണ്ടാവും. മറ്റേ ഇതിൽ പാർട്ട് 1 ഞാൻ ഊബയാണ്. ആ ബോട്ട് നമ്മൾ പൊസിച്ചു. ഞാൻ ചേസിലല്ല പോയിന്റ് എടുത്തോണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ജയിച്ചു. എന്നിട്ട് ഞാൻ കിട്ടിയ പോയിന്റ് ഒരു മാർക്ക് ഞാൻ ജയിച്ചു എന്നൊക്കെ പറയുമ്പോൾ അപ്പോഴത്തേക്കും അവനാണ് ജയിച്ചു. എന്ത് ചെയ്യാനാണ്? ഇനി മൈൻക്രാഫ്റ്റോ ഫ്രീ ഫയറോ വീഡിയോസ് ആണോ നിങ്ങൾ പറയുക. ഞാൻ അപ്പം തന്നെ ഇടും. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഏതാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് അപ്പം അത് ഇടും. ഏത് ചലഞ്ച് ആയാലും ആയിക്കോട്ടെ. പക്ഷെ ഫ്രീ ഫയറിൽ നമുക്ക് അങ്ങനെ ചലഞ്ച് ചെയ്യാനില്ലേ ഡയമണ്ട് ഒന്നുമില്ല. എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ അത്യാവശ്യം വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. ഇപ്പം 117 ഇനി 200, 300, 400, 500, 1K സബ്സ്ക്രൈബേഴ്സ് ഒന്ന് അടുപ്പിച്ചാൽ മതി. 1K സബ്സ്ക്രൈബേഴ്സ് ഒന്ന് അടുപ്പിച്ചാൽ മതി. വേറെ പിന്നെ നിങ്ങൾക്ക് ഇത് കളിക്കാൻ അറിയാൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ട അറിയാം. ഈ ഫസ്റ്റിൽ ഇങ്ങനെ പോവുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ചെറുക്കാൻ ഞെക്കിപ്പോൾ ഈ സൈഡിൽ വളർത്തേണ്ട വെക്കാം. ഇനി ഇതും ചിലപ്പോൾ കിട്ടും. ആണെങ്കിലും അത് കിട്ടും. പിന്നെ ഇങ്ങനത്തെ ഷാർപ്പ് വരുമ്പോൾ ഇങ്ങനെ ഒന്നുകൂടെ ആക്കി തരാൻ കാണിച്ച് ഒന്നുകൂടെ കാണിച്ചു തരാം. ഫസ്റ്റ് ഇവിടെ കണ്ട ഇതേപോലത്തെ സെറ്റിങ്സ് ആണെങ്കിൽ ഇങ്ങനെ ആക്കാം. ഇത് വേറെ വന്നിട്ടാണെങ്കിലും ഇതാണ് ഏറ്റവും നല്ല കംഫർട്ടബിൾ ആയിട്ട് കളിക്കണം. ഫസ്റ്റ് ഹാൻഡ് ബ്രേക്ക് ഇരിക്കാം. എന്നിട്ട് ഇതൊക്കെ എടുക്കാം. ഈ മാപ്പാട്ടോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് ഈസിയാണ്. പിന്നെ പെട്ടെന്ന് ഒരു ആവറേജ് പൈസയും കിട്ടും. സൂപ്പർ പ്രോയിലൊക്കെ. പിന്നെ ഷാർട്ട് വന്ന് നമ്മളിങ്ങനെ ബാക്ക് ചെയ്യണം. ഞാൻ ഇത് നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്നു. ഞാൻ തോറ്റോണ്ടിരിക്കുകയാണ്. ഇതാണ് നിങ്ങൾക്ക് ഒന്നുകൂടെ കാണിച്ചിരുന്നത്. ഹാൻഡ് ബ്രേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്യാം. ഡ്രിഫ്റ്റ് ചെയ്യാൻ പലവർക്ക് തുടങ്ങുന്ന ഹാൻഡ് ബ്രേക്ക് പിന്നെ ഇവിടുന്ന് നല്ല ഈ ബാക്ക് ഇതുപോലെ നോക്കിയിട്ട് ഹാൻഡ് ബ്രേക്ക് ഓടിക്കാൻ പാടില്ല. അവിടുന്ന് ഹാൻഡ് ബ്രേക്ക് പിടിച്ചാൽ വീണ്ടും ഡ്രിഫ്റ്റ് ആവും. ഇങ്ങനെയാണ്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ വളഞ്ഞു പോകണമെങ്കിൽ ഫസ്റ്റ് ഇങ്ങനെ തന്നെ മാക്സിമം പോയിട്ട് അവിടുന്ന് കയറാൻ വേണ്ടി ഇങ്ങനെയാണ് കളിക്കണ്ടേ. അപ്പം എല്ലാവരും മനസ്സിലായത് ഒന്നും കൂടെ കണ്ടു. ഞാൻ പറയാണ്ട് കളിക്കാൻ. പിന്നെ ടയറൊക്കെ മാറ്റണേ കഴിക്കുന്നത്. ഗ്രീവ ടയേഴ്സാണ് നല്ലത്. പിന്നെ ഈ മറ്റേ 200 റുപ്യേൻ്റെ ടയേഴ്സില്ല, അത് നല്ലത്. ഞാനിപ്പോൾ ഈ 200 റുപ്യേൻ്റെ ടയേഴ്സ് എടുക്കാം. പൈസ ഇല്ല. പൈസ ഇല്ല. ഇങ്ങനെയാണ്. ഞാനൊരു ചെക്ക് പോയിന്റ് മിസ്സാക്കി. എന്നാലും നിങ്ങൾക്ക് ചെക്ക് പോയിന്റ് മിസ്സാക്കാണ്ട് കളിക്കാൻ കഴിയും. ഇതിൽ തന്നെ നമുക്ക് 400 ബാറ്റിൽ നല്ല പൈസ കിട്ടും. ബാറ്റിൽ അങ്ങനെ പോയാൽ നല്ല പൈസ കിട്ടും. ബാറ്റിൽ 200 പോയിന്റ് അടിച്ചാൽ തന്നെ 1000 എത്ര കിട്ടും. ഓക്കെ ഗൈസ്, അപ്പോൾ ശരിയെന്നാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും. ഇപ്പം തന്നെ 9 മിനിറ്റായി. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ.